السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العلي العظيم الذي ليس شيء أعظم منه بكلمات الله التامات التي لا يجاوزهن وبالأسماء الله الحسنى ما علمت منها وما لم أعلم من شر ما خلق وبرأ وذرأ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അഭിവന്ദനായ ലിയാഉദ്ദീൻ ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സയ്യിദന്മാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെ എല്ലാവരെയും ഇവിടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അവിടുത്തോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ അഭിവന്യ ഗുരുവര്യർ ബഹുമാനപ്പെട്ട ശൈഖുന കാടേരി ഉസ്താദിൻ്റെ ഒന്നാമത്തെ ആണ്ടുദിനമാണ് ഇന്ന്. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ ഉസ്താദിനെ കുറിച്ചുള്ള അനുസ്മരണത്തിലേക്ക് കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് ആദ്യമായി എത്തുന്നത് മഹാനായ ഇമാമുന നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ മിൻഹാജിന്റെ മുഖദ്ദിമയിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച ഒരു ഇബാറത്താണ്. ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ദലി ത്വആത്ത് വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. അല്ലാഹുവിന്റെ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും പരിപൂർണമായത്, ഏറ്റവും ശ്രേഷ്ഠകരമായത് ഇൽമുമായി ബന്ധപ്പെടലാണ്, ഇൽമിനെ വ്യാപിപ്പിക്കലാണ്, ഇൽമുമായി ജോലിയിലാവലാണ്. വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. വളരെ വിലപിടിപ്പുള്ള സമയങ്ങൾ ചെലവഴിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ഇൽമുമായി ബന്ധപ്പെടലാണ്, ഇൽമിന്റെ പ്രചാരണം ഏറ്റെടുക്കലാണ് എന്ന് മഹാനായ ഇമാമുന നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ മിൻഹാജിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഉസ്താദിന്റെ ജീവിതമെന്ന് പറഞ്ഞാൽ ഇൽമുമായി ബന്ധപ്പെടൽ തന്നെയായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ, സുബഹി മുതൽ വൈകുന്നേരം വരെ, പാതിരാത്രിക്കപ്പുറത്ത് വരെ ഇൽമുമായി ബന്ധപ്പെട്ട് മുത്തഅല്ലിമീങ്ങൾക്ക് കിതാബ് പാരായണം ചെയ്തു കൊടുത്ത്, ഓതിക്കൊടുത്ത്, മുതാലഅ ചെയ്തുകൊണ്ട് തന്റെ ജീവിതത്തെ ഇൽമുമായി ബന്ധപ്പെടുത്തിയ ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതമെന്ന് നമുക്കൊക്കെ അറിയാം. 60 വർഷക്കാലം ഉസ്താദ് ദുനിയാവിൽ ജീവിക്കുമ്പോൾ അതിന് 37 വർഷക്കാലവും അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെ പ്രബോധനം ചെയ്യാൻ ഒരു മുദർരിസായിട്ടായിരുന്നു ഉസ്താദ് തന്റെ ജീവിതം വിനിയോഗിച്ചത്. 37 വർഷക്കാലം. ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ തൻ്റെ ജീവിതത്തിൻ്റെ ആരോഗ്യപരമായ കാലത്ത് ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത് ഇൽമുമായി ബന്ധപ്പെടുക, ജോലിയിലാവുക എന്ന് പറഞ്ഞാൽ. മഹാന്മാരായ ഉസ്താദുമാരൊക്കെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരൊക്കെ ഉസ്താദിന്റെ ഈ പ്രവണതയെ, വെറും ദർസുമായി മാത്രം മുന്നോട്ട് പോകുന്ന ആ പ്രവണതയെ പുകഴ്ത്തിയതായി നമുക്ക് കാണാൻ കഴിയും. മൂപ്പരെടുത്ത് പോയാൽ കിതാബ് ഓതാൻ കഴിയുമെന്ന് പല മഹാന്മാരായ പണ്ഡിതന്മാരും ഉസ്താദിനെ പറ്റി പറഞ്ഞതായി നമ്മുടെ അനുഭവങ്ങളിലുണ്ട്. മഹാനായ കാളമ്പാടി ഉസ്താദിനെ കാണാൻ ചെന്ന ആളുകളുണ്ട് ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനോട് കാളമ്പാടി ഉസ്താദ് എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇരുമ്പുചോല എന്ന് പറഞ്ഞു. ഇരുമ്പുചോല എന്ന് പറഞ്ഞപ്പോൾ അന്ന് 10ഉം 60ഉം 70ഉം വിദ്യാർത്ഥികൾ ഉസ്താദിന്റെ കൂടെ ദർസിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. കാളമ്പാടി ഉസ്താദ് അവിടെ വന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചു, എന്താണ് ഇത്ര കൂടുതൽ ആളുകൾ, ഇത്ര കൂടുതൽ വിദ്യാർത്ഥികൾ ഇരുമ്പുചോലയിലെ ആ പള്ളിയിൽ ഉണ്ടാവാൻ കാരണം? ഭൗതിക വിദ്യാഭ്യാസമില്ലാതിരുന്നിട്ടുകൂടി ഇരുമ്പുചോലയിലെ ആ പള്ളിയിൽ 70ഉം 60ഉം 50ഉം 40ഉം 30ഉം ഒക്കെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടാനുള്ള കാരണം എന്താണ് എന്ന് മഹാനായ കാളമ്പാടി ഉസ്താദ്, അന്ന് കാളമ്പാടി ഉസ്താദിനെ കാണാൻ ചെന്ന ഉസ്താദിന്റെ ചില ശിഷ്യന്മാരോട് അനുസ്മരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അവർ മറുപടി പറയാതിരുന്നപ്പോ, അല്ലെങ്കിൽ ശരിയായ മറുപടി പറയാതിരുന്നപ്പോ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, ഒരു മനുഷ്യൻ മറ്റു പരിപാടികൾക്കൊന്നും പോകാതെ, ഉദ്ഘാടനങ്ങൾക്ക് പോകാതെ, മതപ്രഭാഷണങ്ങൾക്ക് പോകാതെ,
രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്റെ വിദ്യാർത്ഥികൾക്ക് കിതാബ് ഓതി കൊടുത്താൽ കുട്ടികൾ സ്വാഭാവികമായും വരും. കാളമ്പാടി ഉസ്താദ് പറഞ്ഞത് അതാണ്. തന്റെ മുഴുവൻ സമയവും കിതാബ് ഓതി കൊടുക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ വിനിയോഗിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഇരുമ്പുചോലയിൽ അനുഭവിക്കുന്നത് എന്ന് മഹാനായ കാളമ്പാടി ഉസ്താദിനെ സമീപിച്ച വിദ്യാർത്ഥികളോട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരു ആലിമിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഉസ്താദിനുണ്ടായിരുന്നു. ഞാൻ നീട്ടി പറയുകയല്ല. അല്ലെങ്കിൽ ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, കൈഫ നസബുഹു ഫീക്കും, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അബൂ സുഫിയാൻ പറയുന്നു, ഹുവ ഫീനാ ദു നസബ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് വലിയ നസബയുള്ള ആളാണ്, വലിയ തറവാടുള്ള ആളാണ്, വലിയ പാരമ്പര്യമുള്ള ആളാണ്. ആ നേരത്ത് രാജാവ് പറയുന്നു, കദാലിക റുസുലു തുബഅതു ഫീ നസബി ഖൗമിഹാ, അങ്ങനെയാണ് പ്രവാചകന്മാർ ആ സമൂഹത്തിലെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള പരമ്പരം അവകാശപ്പെടാനുള്ള ഒരു സമൂഹത്തിലാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെടുക എന്ന് അബൂ സുഫിയാനോട് രാജാവ് പറയുന്നുണ്ട്. പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ യോഗ്യത നല്ല തറവാടിൽ ജനിക്കുക എന്നതാണ്. ഉസ്താദിന്റെ തറവാട് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ അറിയപ്പെട്ട രണ്ട് പണ്ഡിത കുടുംബങ്ങൾ, ഒന്ന് കാടേരി കുടുംബം, ഉസ്താദിന്റെ പിതാവിന്റെ പരമ്പര അതിലൂടെയായിരുന്നു. ഉസ്താദിന്റെ മാതാവിന്റെ പരമ്പര മഹാന്മാരായ ഫളുഫരി കുടുംബം. ഇങ്ങനെ കേരളത്തിലെ രണ്ട് പണ്ഡിത കുടുംബത്തിലായിരുന്നു ഉസ്താദിന്റെ ജനനം. നമുക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പരമ്പരയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കാടേരി ഹസൻ മുസ്ലിയാർ മുതൽ തുടങ്ങുന്ന വലിയ സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ, കാടേരി ഹസൻ മുസ്ലിയാർ ആലത്തൂർ പടിക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വലിയ സൂഫിവര്യനായ മഹാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 55 വയസ്സായപ്പോ അദ്ദേഹത്തിന്റെ കണ്ണിന് തിമിരം ബാധിച്ചത്രേ. അദ്ദേഹത്തിന്റെ കണ്ണിന് തിമിരം ബാധിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ വേണം. മഹാനായ കാടേരി ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന ഉസ്താദിന്റെ വല്ലിപ്പയുടെ പിതാവ് കാടേരി ഹസൻ മുസ്ലിയാർ, അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട. രണ്ട് കാരണമാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ഓപ്പറേഷൻ ചെയ്താൽ 40 ദിവസം വുളൂ ചെയ്യാൻ കഴിയില്ല, അംഗസ്നാനം ചെയ്യാൻ കഴിയില്ല. മറ്റൊരു കാരണം അദ്ദേഹം പറഞ്ഞു, കണ്ണിന്റെ കാഴ്ചയുണ്ടെങ്കിൽ അന്യ സ്ത്രീകളെ ഹറാമിനിയും കണ്ടുപോകും, അതുകൊണ്ട് എനിക്ക് കണ്ണിന്റെ കാഴ്ച വേണ്ട എന്ന് പറഞ്ഞ് കണ്ണിന്റെ കാഴ്ചയെ തിമസ്കരിച്ച ആളായിരുന്നു. വലിയൊരു സൂക്ഷ്മശാലിയായ പണ്ഡിതനായിരുന്നു ഉസ്താദിന്റെ പിതാമഹന്റെ പിതാവ് ബഹുമാനപ്പെട്ട കാടേരി ഹസൻ മുസ്ലിയാർ. ഉസ്താദിന്റെ വല്ലിപ്പയെ പറ്റി നമുക്കൊക്കെ അറിയാം. കാടേരി അബുൽ കമാൽ മൗലവി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര മുഷാവറ മെമ്പർ എന്നതിനപ്പുറം അൽ ബയാൻ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യകാല പ്രസിദ്ധീകരണത്തിന്റെ ചീഫ് എഡിറ്ററായി സേവനം ചെയ്ത മഹാനായ പണ്ഡിതൻ. ഇങ്ങനെയുള്ള മഹത്തുക്കളുടെ പരമ്പരയിലാണ് ഉസ്താദ് ജനിക്കുന്നത്. ഉസ്താദിന്റെ മാതാവിന്റെ പിതാവിനെ പറ്റി പറയുമ്പോൾ അബ്ദുൽ ഖാദിർ ഫളുഫരി 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് അബ്ദുൽ ഖാദിർ ഫളുഫരി. അദ്ദേഹത്തിന്റെ പ്രിയപുത്രിയുടെ മകനായിട്ടാണ് ഉസ്താദ് ജനിക്കുന്നത്. ഇങ്ങനെ ഒരു പണ്ഡിതന് വേണ്ട എല്ലാവിധ ഗുണങ്ങളും ഉസ്താദ് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ പിതാമഹന്മാരെ പോലെ, തൻ്റെ പ്രപിതാക്കളെ പോലെ അവരൊക്കെ വലിയ രചയിതാക്കളായിരുന്നു, വലിയ വലിയ കിതാബുകൾ രചിച്ച ആളുകളായിരുന്നു. ജവാഹിറുൽ അഷ്ആർ പോലെയുള്ള, നഖ്ദുൽ അനാജീൽ പോലെയുള്ള 1930കളിൽ 37കളിൽ ക്രൈസ്തവ മിഷനറിമാർക്കെതിരെ വലിയ ഗ്രന്ഥം രചിച്ച ആളായിരുന്നു ഉസ്താദിന്റെ പിതാമഹൻ അബുൽ കമാൽ മൗലവി. അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു പാതയാണ് ഉസ്താദ് തന്റെ ജീവിതകാലത്ത് തുടർന്നത്. ഉസ്താദും ഒരുപാട് ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഉസ്താദ് അത് പ്രസിദ്ധീകരിക്കാൻ ഒരിക്കലും നമുക്കാർക്കും സമ്മതം തന്നില്ല. അത് പ്രസിദ്ധീകരിക്കാൻ ഉസ്താദ് സമ്മതം തന്നില്ല. ഉസ്താദ് അറിയപ്പെടാതെ ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. ഒരുപാട് രചനകൾ, മുൽത്തഖാത്ത് പോലെയുള്ള ഖുലാസത്തുൽ ഹിസാബിന് വളരെ സമ്പൂർണമായ ഒരു ഗണിത സമാഹാരം നടത്തി പരിഭാഷ നടത്തിയ ഒരുപാട് രചനകൾ, അൽ ഖൗലുൽ ജമീൽ എന്ന് പറഞ്ഞ് മിഷ്കാത്ത് ഓതുമ്പോൾ മിഷ്കാത്തുൽ മസാബീഹിന് സഹായകമാകുന്ന രൂപത്തിൽ ഉസ്താദ്
ഒരു ഗ്രന്ഥം രചിച്ചിരുന്ന അൽ ഖൗലുൽ ജമീൽ എന്ന് പറയുന്ന ഹദീസിന്റെ വിജ്ഞാന ശാഖകളെ പറ്റി വിശാലമായി ചർച്ച ചെയ്യുന്ന, ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് മർസിയത്തുകൾ, ഒരുപാട് അനുശോചന കാവ്യങ്ങൾ, ഒരുപാട് അറബി കവിതകൾ ഉസ്താദിന്റെ തൂലികയിൽ നിന്ന് നിർഗളിച്ചിട്ടുണ്ട്. ഉസ്താദ് തന്നെ നമ്മളോട് സബക്കിലൊക്കെ പറയാറുണ്ട്, ഞാൻ ആദ്യകാലത്ത് നിരന്തരമായി എഴുതിയിരുന്നു, എന്നാൽ പിൽക്കാലത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ നിസ്കാരത്തിൽ എഴുത്തിനെ കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ നിസ്കാരത്തിലെ ഖൗഫ് ഖുശൂഅ് നഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എഴുത്ത് നിർത്തിവെച്ചതാണ് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ തന്നെ നമ്മുടെ സബക്കുകളിലൊക്കെ അനുസ്മരിക്കാറുണ്ട്. ഇത്തരത്തിൽ വലിയൊരു ഗ്രന്ഥരചയിതാവായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉഖ്റവിയായ ആലിമിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഉസ്താദ് അവറുകളിൽ ഒരുമിച്ച് കൂടിയിരുന്നു. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ തന്റെ അദ്കിയായിൽ പറഞ്ഞതുപോലെ, വലിയ ആലിമിൻ നുഖറ അലാമാത്തുൻ ദുറാ ലാ യത്ലബു ദുനിയാ ബിഇൽമി മസായില. ഒരുപാട് അടയാളങ്ങൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തന്റെ അദ്കിയായിൽ വിവരിച്ചിട്ടുണ്ട്. അടയാളങ്ങളൊക്കെ ഉസ്താദിന് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം വൈദൽ ഫതാവാ ലാ യകൂനു മുസാരിഅ വയഖൂലു സ്അൽ മൻ യകൂനു തഅഹല. ഉസ്താദ് വലിയ പണ്ഡിതനായിരുന്നു. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിനെ ദർസിൽ ഓതി പഠിച്ച വലിയ പണ്ഡിതൻ. എന്നിട്ട് പോലും ഇരുമ്പ് ചോലയിൽ ഉസ്താദിന്റെ ഒറ്റമുറിയുടെ മുമ്പിലേക്ക് മസ്അലയുമായി കടന്നു ചെല്ലുന്ന ആളുകളോട് ഉസ്താദ് ശരിയായ മസ്അല പറഞ്ഞു കൊടുക്കും, ശരിയായ ഫിഖ്ഹിന്റെ വശം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ ഇതിമ നിർത്തരുത്, നിങ്ങൾ ചെമ്മാട്ടേക്ക് പോവണം. മഹാനായ ചെറുശ്ശേരി ഉസ്താദിനോട് നിങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ അതിന് ഉപസംഹാരം കണ്ടെത്തിയാൽ മതി. ഇതൊരു ഖുർവിയായ ആലിമിന്റെ ഗുണമാണ്. താൻ ചോദിക്കുന്ന മസ്അലകൾക്ക്, തന്നോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്കെല്ലാം പരിപൂർണമായി ഉത്തരം പറയാതെ തന്നെക്കാൾ മുകളിലുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതത്തിൽ അത് വളരെ കൃത്യമായി നമ്മളൊക്കെ കണ്ടതാണ്. ഉസ്താദ് ജമാഅത്ത് മുടക്കി, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു പണിക്കും ഉസ്താദ് പോയിരുന്നല്ലോ, ജമാഅത്ത് മുടക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും ഉസ്താദ് പോയിരുന്നില്ല. യാത്രയിൽ പോലും സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം. ജംആക്കുന്നതിനെ പറ്റി ഇവിടെ പറഞ്ഞു, യാത്രയിൽ ജംആക്കുന്നതിനെ പറ്റി ചില മദ്ഹബുകളിൽ ജംഅ് തന്നെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആ ജംഇനെ ഒഴിവാക്കിയ ആളായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. ജംആക്കി നിസ്കരിക്കാറില്ലായിരുന്നു. വഫീ വജ്ഹിഹി ആസാറു മൻ തഖദ്ദമു തറാ കുല്ല വഖ്തിൻ മഅ ഇമാമിൻ മുസല്ലിയ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മർസിയത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുറഹ്മാൻ ഫൈസി അരിപ്ര വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു, വഫീ വജ്ഹിഹി ആസാറു മൻ തഖദ്ദമു തറാ കുല്ല വഖ്തിൻ മഅ ഇമാമിൻ മുസല്ലിയ. ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു വലിയ പണ്ഡിതനെ പോലെ, ആ മുഖകമലത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ പൂർവ്വകാലത്തുണ്ടായിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് നോക്കിയൊരു പവിത്രത അത് കിട്ടും. എല്ലാ സമയത്തും, നാട്ടിൽ വന്നാൽ, ഇരുമ്പ് ചോലയിലായിരുന്നാൽ, യാത്രയിലായാൽ എല്ലാ സമയത്തും അവ്വല് വക്ത് വളരെ കൃത്യമായി പാലിച്ച് ഇമാമോടുകൂടെ നിസ്കരിക്കാൻ ഉസ്താദിനെ നമുക്ക് കണ്ടിരുന്നു, ഉസ്താദിനെ നമുക്ക് കിട്ടിയിരുന്നു. സരീഉൻ ഇലൽ ഖൈറാത്തി ഖൽബൻ വഖാലബാ വമാ കാന ഫിൽ ഇർശാദി വറദ്ദി ഖാശിയ എന്ന ബഹുമാനപ്പെട്ട ഉസ്താദിനെ പറ്റി നമുക്ക് കാണാൻ കഴിയും. ഉസ്താദിന്റെ സൂക്ഷ്മത വളരെ മനോഹരമായ സൂക്ഷ്മതയായിരുന്നു. നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ പകർത്തി വെച്ചതുപോലെയുള്ള സൂക്ഷ്മത. ഉസ്താദ് ഞങ്ങളൊക്കെ അവിടെ ഇരുമ്പ് ചോലയിൽ പഠിക്കുന്ന കാലത്താണ് ഉസ്താദ് മുഷാവറയിലേക്ക് പോവാറുള്ളത്. ബുധനാഴ്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാറുണ്ട്. ഉസ്താദ് ഒരിക്കലും മുഷാവറയിൽ അവിടെ പങ്കെടുത്തുകൊണ്ട് ഒരിക്കലും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. രാവിലെ 9 മണിക്കോ 8 മണിക്കോ ചായ കുടിച്ച് ഇരുമ്പ് ചോലയിൽ നിന്ന് കോഴിക്കോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറക്ക് പോയാൽ പിന്നീട് തിരിച്ചു വരുമ്പോൾ 2 മണിയോ 3 മണിയോ അല്ലെങ്കിൽ 4 മണി, ചിലപ്പോൾ അസറിലെല്ലാമായിരിക്കാം തിരിച്ചു വരുന്നത്. അതുവരെ അവിടെ നിന്ന് ഉസ്താദ് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. 4 മണിക്ക് അല്ലെങ്കിൽ 3:30 മണിക്ക് ഇരുമ്പ് ചോലയിലെ പള്ളിയിൽ വന്ന് ഉസ്താദിനെ അവിടെ കൊണ്ടുവന്ന ഭക്ഷണമായിരുന്നു ഉസ്താദ് കഴിക്കാറുള്ളത്. എന്താണ് ഉസ്താദ് അവിടെ നിന്ന് കഴിക്കാതിരിക്കാനുള്ള കാരണം? ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അവിടെ അത് പൊതു സ്വത്താണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്പത്ത് എന്ന് പറയുന്നത് പൊതു സ്വത്താണ്. ആ പൊതു സ്വത്ത് ഞാൻ ഉപയോഗിക്കില്ല. എനിക്കെന്റെ നാട്ടുകാർ, ഇരുമ്പ് ജോലക്കാർ, ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലിലെ നാട്ടുകാർ തൃപ്തിപ്പെട്ടു തരുന്ന ഭക്ഷണമുണ്ട്, അത് മതി. ഒരു പൊതു സമ്പത്ത് എനിക്ക് വേണ്ട. വളരെ കൃത്യമായി ഹറാമിന്റെ ശുബഹയുടെ ഭക്ഷണം തൻ്റെ വയറ്റിലേക്ക്, തൻ്റെ ബന്ധുക്കളുടെ വയറ്റിലേക്ക് പോകുന്നതിന് ഉസ്താദ് വളരെ സൂക്ഷിച്ചു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഉസ്താദ് തൻ്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച പണം തനിക്ക് കിട്ടുന്ന ശമ്പളം മാത്രമായിരുന്നു.
കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത് തൻ്റെ ശമ്പളത്തിന്റെ പൈസ മാത്രമായിരുന്നു. മറ്റു കറന്റ് ബില്ല് അടക്കുക, നികുതി അടക്കുക തുടങ്ങി മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉസ്താദ് ഉപയോഗിച്ചിരുന്നത് ആളുകളിൽ നിന്ന് കിട്ടുന്ന ഹദിയയായിരുന്നു. അത് ഉസ്താദ് ജീവിതത്തിൽ പാലിച്ചൊരു സൂക്ഷ്മതയാണ്. എന്തുകൊണ്ട് തൻ്റെ മക്കളുടെ, തൻ്റെ ഭാര്യയുടെ, തൻ്റെ കുട്ടികളുടെ വയറ്റിലേക്ക് ശുഭയുടെ മുതൽ കടക്കാൻ പാടില്ല എന്ന സൂക്ഷ്മതയുടെ ഏറ്റവും വലിയ സ്വരൂപമായി ഉസ്താദ് 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് മുമ്പിലാണ് ജീവിച്ചു പോയത്. ഇങ്ങനെ ഒരുപാട് സൂക്ഷ്മതകൾ നമുക്കെല്ലാവർക്കും അറിയാം. ഉസ്താദ് അവറുകൾ വ്യാഴാഴ്ച നാട്ടിൽ പോകുമ്പോൾ ചില വിദ്യാർത്ഥികളൊക്കെ ഉസ്താദിന്റെ ഡ്രസ്സ് തിരുമ്പാൻ വേണ്ടി റൂമിൽ നിന്ന് എടുക്കാറുണ്ട്. വളരെ കൃത്യമായി ഉസ്താദ് അതെല്ലാം ശ്രദ്ധിച്ച് ഒരു മാസം കഴിയുമ്പോൾ ഏത് വിദ്യാർത്ഥിയാണോ ഉസ്താദിന്റെ ഡ്രസ്സ് കൊണ്ടുപോയി അലക്കാൻ കൊണ്ടുപോയത് ആ വിദ്യാർത്ഥി ഉപയോഗിച്ച സാബൂണിന്റെ വിലയടക്കം കൊടുത്തിട്ട് ഒരു പൈസ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. ഇത്ര വലിയ സൂക്ഷ്മശാലിയായി ഉസ്താദ് നമ്മുടെ മുമ്പിലൂടെ ജീവിച്ചു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുകയല്ല. ബഹുമാനപ്പെട്ട ഉസ്താദിൽ നിന്ന് പഠിക്കാൻ ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് ഒരുപാട് മാതൃകകളുണ്ട്. മുത്തഅല്ലിമീങ്ങളൊക്കെ ഉസ്താദിന്റെ ജീവിതം, വിദ്യാർത്ഥി കാലഘട്ടം വളരെ കൃത്യമായി പഠിക്കണം. ഓക്കെ ഉസ്താദിന്റെ ദർസിൽ തന്നെ ഉസ്താദ് അറിയപ്പെട്ടിരുന്നത് പൊടിയാട് ഉസ്താദ് എന്ന പേരിലാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഓക്കെ ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ അവരൊക്കെ ഉസ്താദിന് പേരിട്ടത് ഒരു പേരല്ല, പൊടിയാട് ഉസ്താദ് എന്ന പേരിൽ. കാരണം എന്താണ്? ഓക്കെ ഉസ്താദിന്റെ ദർസിൽ ഓക്കെ ഉസ്താദ് ദർസ് നടത്താത്ത പല കിതാബുകളും ഖാരിജിയായ സബക് ഉസ്താദ് നടത്തി കൊടുത്തിരുന്നു. തഫ്സീറുൽ ജലാലൈനി ഓതിക്കൊടുക്കാൻ ഉസ്താദ് തന്നെ, ഓക്കെ ഉസ്താദ് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഏൽപ്പിച്ചിരുന്നു. തന്റെ സമകാലികർക്കെല്ലാം അവിടെ നിന്ന് കിതാബ് ഓതിക്കൊടുത്തിരുന്നു. ഓക്കെ ഉസ്താദിന്റെ ദർസിലേക്ക് പൊടിയാട് ഉസ്താദ് അവിടെ പഠിക്കുന്നുണ്ട്. ആ ഉസ്താദിന്റെ അടുത്ത് നിന്ന് കിതാബോധനം എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഉസ്താദിന്റെ ദർസിൽ ചേർന്ന ആളുകൾ വരെയുണ്ട്. പലരും എന്നോട് അനുഭവങ്ങൾ പങ്കുവെച്ചു. ഉസ്താദിന്റെ അടുത്ത്, പൊടിയാട് ഉസ്താദിന്റെ അടുത്ത് നിന്ന് കിതാബോധനം എന്ന് കരുതി ഓക്കെ ഉസ്താദിന്റെ ദർസിൽ പോയി ചേർന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പലരും നമ്മുടെ സംഘടനയിലല്ല, മറ്റു സംഘടനകളിലാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വിദ്യാർത്ഥി കാലഘട്ടം അങ്ങനെ തന്നെയാണ്. ഉസ്താദുമാരുടെ പൊരുത്തവും വളരെ കൃത്യമായി നേടി. കാലി ഓതുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഓക്കെ ഉസ്താദിന്റെ ദർസിൽ വെച്ച് കാലി ഓതുന്ന സമയത്ത് ഓക്കെ ഉസ്താദ് പറഞ്ഞു, ആ കുട്ടിയുടെ കഴിവ് വല്ലാത്ത കഴിവാണ്, ആ കുട്ടിക്ക് കിതാബിൽ വലിയ മഹാറത്താണ്, ആ കുട്ടിയുടെ കഴിവ് വലിയ കഴിവാണ് എന്ന് മഹാനായ ഓക്കെ ഉസ്താദ് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ആ ഒരു തറക്കി, ആ ഒരു ഉസ്താദുമാരുടെ തൃപ്തിയും പൊരുത്തവും ഉസ്താദിന്റെ ജീവിതത്തിൽ ആവോളം ഉണ്ടായിരുന്നു. മാ വസലമും വസല ഇല്ലാ ബിൽ ഹുർമ മാ സഖത മൻ സഖത ഇല്ലാ ബിതർക്കിൽ ഹുർമ. ആരെങ്കിലും ഒരാൾ ഉന്നതിയുടെ ഉത്തുംഗയിലെത്തിയിട്ടുണ്ട് എങ്കിൽ ബിൽ ഹുർമ, അത് ആദരവ് കൊണ്ടാണ്. ആദരിക്കേണ്ടവരെ ആദരിച്ചുകൊണ്ടും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചുകൊണ്ടുമാണ് ഏതൊരാൾ ഉന്നതിയിലെത്തിയിട്ടുള്ളത്. മാ സഖത മൻ സഖത ഇല്ലാ ബിതർക്കിൽ ഹുർമ, അധോഗതയുടെ ആഴത്തിലേക്ക് ആരെങ്കിലും ആഴ്ന്നു പോയിട്ടുണ്ട് എങ്കിൽ ബിതർക്കിൽ ഹുർമ, അത് ആദരവ് ഒഴിവാക്കൽ കൊണ്ടാണ്. ഉസ്താദ് അവറുകളുടെ ജീവിതത്തിൽ അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഉസ്താദുമാരെ ബഹുമാനിച്ചു. ബഹുമാനപ്പെട്ട ബാക്കിയാത്തൽ ഉസ്താദുമാരെ സന്ദർശിക്കാൻ ഉസ്താദ് പലപ്പോഴും യാത്ര പോയിട്ടുണ്ട്. കമാലുദ്ദീൻ ഹസ്രത്തിനെ കാണാൻ, ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിനെ കാണാൻ പലപ്പോഴും പോയി ഉസ്താദ് അവറുകൾ ഉസ്താദുമാരുടെ കുരുത്തവും പൊരുത്തവും ഉസ്താദ് സമ്പാദിച്ചെടുത്തു. മാത്രമല്ല ഉസ്താദ് ദർസിന് വേണ്ടിയായിരുന്നു തന്നെ ജീവിതം മുഴുവൻ സമർപ്പിച്ചത്. കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ദർസ് നടത്തിയ പല കോളേജുകളിലേക്കും ഉസ്താദിനെ ക്ഷണിച്ചിരുന്നു. പട്ടിക്കാട് ജാമിഅ നൂരിയയിലേക്ക് ഉസ്താദിനെ ക്ഷണിച്ചിരുന്നു. വെല്ലൂർ ബാക്കിയാത്തു സ്വാലിഹാത്തിലേക്ക് ഉസ്താദിനെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ആ ക്ഷണങ്ങളെല്ലാം ഉസ്താദ് അവറുകൾ നിരസിക്കുകയായിരുന്നു ചെയ്തത്. വെല്ലൂർ ബാക്കിയാത്തു സ്വാലിഹാത്തിലേക്കും പട്ടിക്കാട് ജാമിഅ നൂരിയയിലേക്കും ഉസ്താദായി ക്ഷണിക്കുമ്പോൾ ആ ക്ഷണങ്ങളെയെല്ലാം ഉസ്താദ് നിരസിച്ചു. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ മകൻ, ബാപ്പു മുസ്ലിയാരുടെ മകൻ, ബഹുമാനപ്പെട്ട പുതിയാപ്പള അബ്ദുറഹ്മാൻ ഹസ്രത്ത്, അദ്ദേഹം മന്നാനിയുടെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം വഫാത്തായപ്പോൾ ബഹുമാനപ്പെട്ട തൊടിയൂർ കുഞ്ഞഹമ്മദ് മൗലവിയെ പോലെയുള്ള, കടക്കൽ അബ്ദുൽ അസീസ് മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ മന്നാനിയുടെ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് ഒരു ഉസ്താദിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഓക്കെ ഉസ്താദിനെ സമീപിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഇരുമ്പുചോലയിൽ പോവണം. കടക്കൽ അബ്ദുൽ അസീസ് മൗലവിയോടും തൊടിയൂർ കുഞ്ഞഹമ്മദ് മൗലവിയോടും ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് പറഞ്ഞതാണ്, നിങ്ങൾ ഇരുമ്പുചോലയിൽ പോവണം. അവിടെ മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് മന്നാനയുടെ പ്രിൻസിപ്പളായി നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവാം. അദ്ദേഹത്തിന് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോവാം. അവർ രണ്ടുപേരും ഇരുമ്പുചോലയിൽ ഉസ്താദിന്റെ റൂമിൽ വന്നു.
ഉസ്താദ് അവറുകളോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ മന്നാനയിലേക്ക് നിങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ ഉസ്താദ്, പറഞ്ഞിട്ട് വന്നതാണ്, നിങ്ങൾ വരണം. ഉസ്താദ് അവറുകൾ പറഞ്ഞു. ഉസ്താദ് അവറുകൾക്ക് അവിടെ യാത്രാ സൗകര്യം ഒരുക്കി കൊടുത്തു, കുടുംബസമേതമുള്ള പാർപ്പിടം ഒരുക്കി കൊടുത്തു, എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും അവിടെ ഓഫർ ചെയ്തു. ഉസ്താദ് അവറുകൾ പറഞ്ഞു, ദർസ് വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല, ദർസ് വിട്ട് എങ്ങോട്ടും ഞാനില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല. ഉസ്താദ് അവറുകളുടെ ജീവിതം നമുക്കെല്ലാവർക്കും മാതൃകയാണ്. ഉസ്താദ് അവറുകളുടെ ത്വരീഖത്തുകളെ കുറിച്ച്, ഉസ്താദിന്റെ ആത്മീയ ലോകത്തെക്കുറിച്ച് നമുക്കൊക്കെ ബോധ്യപ്പെട്ടത് ഉസ്താദിന്റെ വഫാത്തിന് ശേഷമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഒരുപാട് മശായിഖന്മാരിൽ നിന്ന് ഇജാസത്തുകൾ നേടിയിരുന്നു. ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വടകരയുള്ള കാപ്പാടുള്ള അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അടുത്ത് നിന്നാണ് ഉസ്താദ് റിഫായി ത്വരീഖത്ത് സ്വീകരിച്ചത്. ഉസ്താദ് അവറുകളുടെ ഡയറി വരതിയപ്പോഴാണ് ഈ വിവരം കിട്ടിയത്. ഏറ്റവും ഒടുവിൽ ഉസ്താദ് അവറുകൾ തന്റെ വഫാത്തിന്റെ തൊട്ട് മുമ്പ് പങ്കെടുത്ത മുഷാവറയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ മുഷാവറ കഴിഞ്ഞ് പോരുമ്പോ അറിയപ്പെട്ട ഒരു മുഷാവറ മെമ്പർ, അദ്ദേഹത്തിന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, ആ ഉസ്താദിന്റെ പിതാവിന് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മരക്കൽ മുല്ലക്കോയത്തങ്ങൾ നൽകിയ സുബഹിന് ശേഷവും മഗ്രിബിന് ശേഷവും ചൊല്ലാനുള്ള ഒരു ദിക്ർ ബഹുമാനപ്പെട്ട മുഷാവറയിലുള്ള ഒരു വലിയ പണ്ഡിതനിൽ നിന്ന് ഇജാസത്ത് വാങ്ങിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ തന്റെ അവസാന മുഷാവറയിൽ നിന്ന് പോരുന്നത്. അദ്ദേഹം എന്നോട് 2 ദിവസം മുമ്പ് ആ വിവരം പറയുകയുണ്ടായി. ഇങ്ങനെ തന്റെ ആത്മീയ ജീവിതത്തെ വൈപുല്യപ്പെടുത്താൻ, തന്റെ ആത്മീയ ലോകത്തെ വിശാലമാക്കാൻ ഉസ്താദ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഒരുപാട് ത്വരീഖത്തുകൾ ഉസ്താദിൽ നിന്ന് ഇനിയുമുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുകയല്ല, സമയം ഒരുപാടായിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഉസ്താദ് അവരുടെ വഫാത്ത് നമുക്കെല്ലാവർക്കും അറിയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് വേണ്ടി സേവനം ചെയ്തപ്പോഴുണ്ടായ ഗുണം, സമുദായത്തിന്റെ ഐക്യത്തിനും ഒരുമയ്ക്കും വേണ്ടി ഉസ്താദ് അവറുകൾ എല്ലാവിധത്തിലും ശ്രദ്ധിച്ചിരുന്നു. സാമുദായിക രാഷ്ട്രീയ പാർട്ടിയെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും ഉസ്താദ് നെഞ്ചോട് ചേർത്ത് വെച്ചു. അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് അവറുകൾ തന്റെ മർസിയത്തിൽ വളരെ കൃത്യമായി ഉസ്താദ് അവറുകളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ പറ്റി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഉസ്താദ് അവറുകളുടെ ജീവിതം മുഴുവൻ അങ്ങനെ തന്നെയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. സമസ്ത വലീഗുൻ ഇൻദഹു നസ്ബു ഐനിഹി ഫയഹ്മീഹിമാ ബിൽ ഖൗലി വൽ ഫിഅലി കാഫിയാ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സാമുദായിക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഉസ്താദ് അവറുകൾ എന്നും ഉണ്ടായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രചാരണങ്ങൾ നടത്താൻ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉസ്താദ് അവറുകൾ എന്നും മുന്നോട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഉസ്താദ് അവറുകൾ ആ സൗഭാഗ്യം പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി സേവനം ചെയ്തതുപോലെ ആ സേവനത്തിന്റെ ഒക്കെ പരിണിത ഫലമായി നമ്മോടൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തങ്ങളവറുകൾ സൂചിപ്പിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ വിട പറഞ്ഞതുപോലെ നമുക്കൊക്കെ അതൊരു പാഠമാണ്. ഈ മാർഗത്തിൽ നിന്നാൽ, ഈ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ നിന്നാൽ എന്താണ് ഗുണം? ആ ഗുണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉസ്താദ് അവറുകളുടെ വഫാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പിന്നീട് ഒരു വാക്കും സംസാരിക്കാതെ മരണപ്പെട്ടു പോയ ഉസ്താദ് അവറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകളോടുകൂടെ നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദ് അവറുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട്. സമയത്തിൻ്റെ ദൈർഘ്യം കൊണ്ടു ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. വല്ല പോരായ്മകൾ വന്നിട്ടുണ്ട് എങ്കിൽ ഉസ്താദ് അവറുകൾ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടുകൂടെ വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.